ഹലോ, ഹാപ്പി ദീപാവലി. ഇന്ന് എല്ലാവർക്കും ലീവാണല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് അമ്പലത്തിലേക്കൊന്ന് പോവാമെന്ന്. അപ്പോൾ കുറേ ആയി പോയിട്ട് നമ്മുടെ മേൽപ്പഴനി അമ്പലത്തിൽ, മയിലാടുംകുന്ന് മേൽപ്പഴനി എന്നാണ് പറയുക. ഇവിടെ കോഴിക്കോടാണ് സ്ഥലം, വെള്ളിപ്പറമ്പാണ്. അപ്പം അവിടെ കുറേയായി നമ്മളിപ്പോൾ പോയിട്ട്. അപ്പം അവിടെ ഒന്ന് പോയി. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാക്ട് പഴനിയില്ലേ, അതുപോലെ തന്നെ ഉള്ളൊരു അമ്പലം തന്നെയാണ്. സെയിം ആണ് കേട്ടോ. അവിടുത്തെ എല്ലാം അതുപോലെ തന്നെയാണ് ഈ പഴനി. നല്ല ഒരു മലേൻ്റെ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ അമ്പലം ഉള്ളത്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഈ നമ്മുടെ പഴനിയിലത്തെ അതേ പ്രസാദവും, പിന്നെ അവിടെ മുട്ടയടിക്കില്ലേ, ആ മുട്ടയടിക്കുന്നതും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ 3 നേരം ഉള്ള അന്നദാനവും ഭക്ഷണം എല്ലാം ഉണ്ട്. രാവിലത്തെ ആയാലും ഉച്ചയ്ക്ക് വൈകുന്നേരം അതും ഉണ്ട്. അങ്ങനെ ഇവിടെ കുറേ ഫെസിലിറ്റീസ് ഒരുപാടുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. ഇവിടെ ഹനുമാൻ്റെതുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ദൈവങ്ങളുടെയും അതുണ്ട്. ശിവനായിക്കോട്ടെ, ഗണപതി, ശിവൻ എല്ലാം ഉണ്ട്. അയ്യപ്പൻ, നാഗം എല്ലാം ഉണ്ട്. ഇവിടെ എത്തിപ്പെടാനെന്ന് പറഞ്ഞാൽ 2-3 വഴികളുണ്ട്. ഒന്ന് സ്റ്റെപ്പ് കയറി വരുന്നതുകൊണ്ട്, കുന്നായതുകൊണ്ട് നല്ല ഇതാണ് കേട്ടോ. പിന്നെ മറ്റേ വേറൊരു വഴിയുണ്ട്, നമുക്ക് വണ്ടിയെല്ലാം പോകുന്ന അങ്ങനത്തെ വഴിയുണ്ട്. പിന്നെ അത് ഇവിടെ പിന്നെ ഇപ്പം കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പം ഈ അക്വാറിയം പോലത്തതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കൗണ്ടർ ഉണ്ടാവുമല്ലോ, ആ കൗണ്ടറെല്ലാം മാറ്റിയിട്ടുണ്ട്. ആദ്യം അത് അകത്തായിരുന്നു, ഇപ്പം അത് പുറത്തേക്കാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വാഷ്റൂമിൻ്റെ ഫെസിലിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ അവിടെ ഒരു കുഞ്ഞു ഗാർഡൻ ഇവർ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പൂക്കളെല്ലാം കാണാൻ മറ്റേ ബോഗൻവില്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. നല്ല രസമാണ്. പിന്നെ നല്ല ഈ മലയും കുന്നൊക്കെ ആണല്ലോ, അപ്പം നമുക്ക് കാണാൻ നല്ല രസമാണ്. പിന്നെ ഞാനും ഇങ്ങനെ നോക്കിയപ്പോൾ മുകളിലതാ ഒരു മൂണിനെ കണ്ടപ്പോൾ ഞാൻ ഉണ്ണിക്ക് കാണിച്ചു കൊടുക്കുക, അത് മൂണതാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറേ ഞങ്ങൾ അങ്ങനെ നിന്നു. കാരണം അവിടെ നിന്ന് പോകാൻ തോന്നില്ല, കാരണം അത്രയ്ക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ വളയും മാലയൊക്കെ വാങ്ങുന്ന അങ്ങനത്തെ ഷോപ്പെല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെ ഇറങ്ങണം. ഒരു ചുരം പോലെ ഒരു വലിയൊരു കയറ്റാണ് കേട്ടോ അത്. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.